കൈതപ്പെട്ടിയും KK പെട്ടിയും തേവർപ്പെട്ടിയും ഒക്കെ മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ്. കിലോമീറ്ററുകളോളം പന്തൽ വിരിച്ച് നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ അതിമനോഹര കാഴ്ച. വർഷത്തിൽ 4 തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് കാലം. പ്രധാന സീസണിൽ അല്ലാതെയും വർഷം മുഴുവനും വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇത് மீண்டு உழவுக்கு பழுக்க உண்டாகணும்னா ஒரு 50 தவசம் கழிஞ்சா தான் இது மீண்டும் உழவுக்கு அவ்வளோ மாதிரி கருப்பு உண்டாகும். இப்போதைக்கு கிரீனாகத்தே இருக்கும். இது தவசம் கழிக்கணும். 50 தவசம் கழிஞ்சா தான் இது வரும். குலை ஒன்று இறக்கி கட்டினா தான் அதை கட்டிங் எடுக்கிறதுக்கு கட் பண்ணுறதுக்கு ஒரு இதாக இருக்குது. அதனால தான் இதை இறக்கி கட்டிக்கணும். முளவு உண்டாக்குறதுக்காக இது வளவு இன்னும் 4 கழியணும். இது ஒரு 50 தவசம் கழிஞ்சா தான் அதனால் இந்த വളം കട്ട് പണ്ടുകാതെ കട്ടിയിട്ട്. മുന്തിരിപ്പാടങ്ങളുടെ കാഴ്ചകൾ തേടി കമ്പത്തേക്ക് എത്തുന്ന സഞ്ചാരികളിലേറെയും മലയാളികളാണ്. കേരളത്തിൽ അവധിയാണെങ്കിൽ മുന്തിരിപ്പാടങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറയും. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അതേ മുന്തിരികളെല്ലാം വിളഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൊള്ളാം. ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ വന്നുടനെ വന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഇതുവഴി തേനി കമ്പമൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഓണാവധി പിന്നിട്ടെങ്കിലും ഇപ്പോഴും മലയാളികൾ ധാരാളമായി എത്തുന്നുണ്ട്. വിളവെടുപ്പ് കാലമായതിനാൽ അവധി ദിവസങ്ങൾ തിരക്കാണ്. മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ് ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.